ശ്രീജിത്ത് സാർ നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു. പക്ഷേ പ്രതിപക്ഷമൊക്കെ പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ബജറ്റ് അല്ല എന്നാണ് വിമർശനം വരുന്നത്. പക്ഷേ CPM-ൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പറയുന്നത് എല്ലാ മേഖലയും കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റാണിത്. പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതരെ അടക്കം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ്, ക്ഷേമ പെൻഷന് വേണ്ടി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നീക്കിവെപ്പുണ്ട്, KSRTCക്ക് വേണ്ടി നീക്കിവെപ്പുണ്ട്, ഇതെല്ലാമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത്. പക്ഷേ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇത് വെറുമൊരു നീക്കിവെപ്പ് മാത്രമാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് വരുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ബഡ്ജറ്റിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? പാർത്ഥൻ നമസ്കാരം. നമുക്ക് കേരളത്തിലെ ബജറ്റ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് CPM ഭരിച്ച് ഈ അടുത്ത സമയത്ത് വന്നിരിക്കുന്ന പല ബജറ്റുകളും പ്രഖ്യാപനങ്ങളുടെ പേരിൽ മാത്രം നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രഖ്യാപനങ്ങളിൽ പല കാര്യങ്ങളും പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വർഷം കഴിയുമ്പോഴേക്കും അതിലെത്രത്തോളം ധനവിനിയോഗം നടത്തിയിട്ടുണ്ട് എന്നതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പല പ്രഖ്യാപനങ്ങളുടെയും സൗന്ദര്യം ആ സമയത്ത് തന്നെ നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. ഉദാഹരണത്തിന് C&AGയുടെ ലേറ്റസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ബജറ്റിൽ പറയുന്ന പല പ്രഖ്യാപനങ്ങൾക്കും അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന തുക പിന്നീട് വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക്, സമസ്ത മേഖലകളെയും സ്പർശിച്ചു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് വകയിരുത്തിയിരിക്കുന്ന തുക പൂർണ്ണമായി ചെലവഴിക്കുമെന്നോ അത് ആ മേഖലയിലേക്ക് തന്നെ ചെലവഴിക്കുമെന്നോ യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെ ലൈഫ് മിഷൻ വീടുകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 500 കോടി രൂപയുടെ പദ്ധതി ആയിരുന്നുവെങ്കിൽ നാളിതുവരെ അതിൻ്റെ ഏതാണ്ട് 125 കോടി രൂപ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഏതാണ്ട് 25% മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ കണക്ക് കൊണ്ട് ആൾക്കാരെ കജോളി ചെയ്യിപ്പിക്കുന്നതും യാഥാർത്ഥ്യവുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായി, നമുക്കറിയാം വലിയ സാമ്പത്തിക സഹായം ആവശ്യമുള്ള പ്രദേശമാണ്. പക്ഷേ അവിടേക്ക് നമ്മളിപ്പോൾ 700 കോടി രൂപ അല്ലെങ്കിൽ 750 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ പദ്ധതി എന്താണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത്? അവിടെ ഇപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഉള്ള കണക്കുകളിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള അന്തരം അവിടെയുള്ള വീടുകൾക്കുണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള വിശദീകരണം എന്താണ് സർക്കാരിൻ്റെ അവിടുത്തെ പ്രയോറിറ്റി, ഏത് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഫണ്ട് ചെലവഴിക്കുക, എത്ര കാലം കൊണ്ട് ഈ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റാരും ചെയ്തില്ലെങ്കിലും പ്രതിപക്ഷം അത് ചെയ്യും എന്ന് തന്നെയാണ്. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അവിടെയുള്ള ഒരു മേഖലയെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രീയക്കാരും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ ധനാഗമ മാർഗങ്ങൾ എന്ന് പറയുന്നതിൽ നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഭാവനാശൂന്യമായിട്ട് പെരുമാറുന്നതാണ് കാണുന്നത്. നിലവിലുള്ള നികുതിയെ വർദ്ധിപ്പിക്കുക, പുതിയ കൂടുതൽ കാര്യങ്ങൾക്ക് നികുതി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരൊറ്റ മാർഗം. അതായത് സത്യത്തിൽ ഇവിടെ പണം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒരു ഉദാരമായിട്ടുള്ള സമീപനം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് ഇവിടെ വരണം. അപ്പോൾ ആ മേഖലയിൽ കൂടുതലായിട്ടുള്ള നിക്ഷേപം ഉണ്ടാകണം. പക്ഷേ ഇവിടെ അങ്ങനെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ സർക്കാരിന് കൂടുതൽ തനത് വരുമാനം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ യാതൊരു വിധത്തിലുള്ള മാർഗങ്ങളും ഈ ബജറ്റ് നോക്കിയാൽ നമുക്കില്ല എന്ന് കാണാം. അപ്പോൾ അതിലുള്ള ഏത് പ്രഖ്യാപനമാണ് നമുക്ക് കൂടുതലായിട്ട് പണം കൊണ്ടു തരിക എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. പക്ഷേ അത് പറയുന്നതോടൊപ്പം തന്നെ പറയേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബജറ്റാണ്. എല്ലായ്പ്പോഴും CPM അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ AI ബന്ധപ്പെട്ടൊരു ഗ്ലോബൽ കോൺഫറൻസ് ഇവിടെ കൊണ്ടുവരും, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവ് ഇവിടെ ആയിരുന്നു തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറയുകയും അവിടെ നിക്ഷേപങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വിഷയവും നൂതനമായിട്ടുള്ള ഒരു വിഷയത്തിലും സർക്കാർ എങ്ങനെയാണ് ടാക്സേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ, ലോകം മുഴുവൻ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഫോസിൽ ഫ്യൂവലിനെ ഉപേക്ഷിക്കണം, കൂടുതൽ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള, കൂടുതൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത ഒരു മാർഗം സ്വീകരിക്കണമെന്ന രീതിയിലത്തേക്ക് ലോകമെങ്ങും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു പ്രചാരം ലഭിക്കുന്നു. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിൽ തന്നെയും പലതരത്തിലുള്ള സ്കീമുകളാണ് ഇലക്ട്രിക് വെഹിക്കിൾസിന് കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. അങ്ങനെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെങ്കിൽ അതിനെ റദ്ദ് ചെയ്യുന്ന രീതിയിലത്തേക്ക് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പാരിതോഷികം എന്നോണം ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്ന ആൾക്കാർക്കും കാര്യമായിട്ടുള്ള ഒരു സാമ്പത്തിക ലാഭം എന്നതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പല തട്ടുകളിലാക്കി പല സ്ലാബുകൾ കൊണ്ടുവന്നതിന് ശേഷം ടാക്സേഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ സാധാരണ 5% ആയിരുന്നുവെങ്കിൽ അതൊരു ആവറേജ് 10% ആവുകയും അത് പിന്നെ ഈ ചേഞ്ചബിൾ ബാറ്ററി ആണ് എങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കൊക്കെ പല തരത്തിലുള്ള സ്കീമുകളൊക്കെ കൊണ്ടുവന്നിട്ട്
എന്താണ് ഇതിലെ ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ളതിനെ പറ്റി വ്യാഖ്യാനിക്കാൻ പോലും പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബജറ്റ് അല്ല. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ എന്ന് കരുതി മറ്റുള്ള വാഹനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലേക്കുള്ള ഇളവുകളൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ 15 വർഷമായിരിക്കുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, ടാക്സേഷനും മറ്റു കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കണ്ടു. ഞാൻ ഈ കൺവെൻഷനലായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞത് നമ്മുടെ ലാൻഡ് ടാക്സാണ്, ഈ ഭൂനികുതി എങ്ങനെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്, അത് എത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതെല്ലാം കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ നമ്മുടേതായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതനമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, ഈ കാര്യങ്ങളിലാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണോ അത് പ്രൊവൈഡ് ചെയ്യുമെന്ന രീതിയിലേക്കുള്ള ഒരു പ്രഖ്യാപനം പോലുമില്ല. നമ്മൾ പറയുന്ന സമയത്ത് എന്താ പറയുക, നീതി ആയോഗിൻ്റെ കണക്കിൽ നമ്മളാണ് നമ്പർ 1, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്പർ 1 നമ്മളാണെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മൾ ഇൻ റിയാലിറ്റി എന്നത് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് തോന്നുന്നില്ല. കാരണം അത്രത്തോളം നിക്ഷേപങ്ങൾക്ക് കൺഡ്യൂസീവായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ഇവിടെ സർക്കാർ ക്രിയേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാകണമായിരുന്നു. അത് വന്നില്ല. ഇനി സാമൂഹ്യ ക്ഷേമവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെ നമ്മൾ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത്ര തുക വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്തായിരുന്നു? ക്ഷേമ പെൻഷൻ അടിക്കടി വർദ്ധിപ്പിച്ചു കൊണ്ടുവരും എന്ന്. അപ്പോൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്ന അതാണ്, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന്. പക്ഷേ ഒരു വർധനയും അതിലുണ്ടായിട്ടില്ല. പിന്നെ കുറേയധികം സ്കീമുകളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ വക മാറ്റാൻ വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കപ്പെടുന്ന പല പദ്ധതികളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മാത്രമേ എനിക്ക് നിലവിൽ കെ ഹോംസ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ തോന്നുന്നുള്ളൂ. കാരണം ഉപയോഗിക്കാതെ കിടക്കുന്ന വീടുകൾ, വളരെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള വീടുകൾ, അതിനെ ഒരു ഇൻകം മോഡലാക്കി മാറ്റുന്ന, അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യുന്ന പ്രൈവറ്റ് എൻറ്റിറ്റികൾ എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ബുക്കിംഗ് വെബ്സൈറ്റുകളിൽ തന്നെ എത്രയോ ഇങ്ങനെ പേഴ്സണൽ പ്രോപ്പർട്ടീസിനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അപ്പോൾ അവിടെ സർക്കാർ ഒരു സ്കീം കൊണ്ടുവരികയും കെ ഹോംസ് എന്നൊക്കെ പേരിടുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ് പണം വകയിരുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പഠനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അതിനുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആരാണ് പഠിക്കുക? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആര് വരും? അവരെ എങ്ങനെ തിരഞ്ഞെടുക്കും? ഒരു കൺസൾട്ടൻസി മോഡലിലാണോ വർക്ക് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ തുക അവർക്കാണോ കൊടുക്കുന്നത്? അതിൻ്റെ റിട്ടേൺ എന്താണ്? നമ്മൾ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇതേപോലെ നിരവധി കൺസൾട്ടൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേയധികം കൺസൾട്ടൻസിന് നമ്മൾ പണം കൊടുക്കുകയും അതൊക്കെ തന്നെ വിവാദമാവുകയും അതിന് ഔട്ട്പുട്ട് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അതേപോലെ തന്നെയുള്ള ഒരു പദ്ധതിയായി മാറുമോ, അതോ ഫണ്ട് വകമാറ്റുന്നതിനുള്ള ഒരു പദ്ധതിയായി മാറുമോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ അതിലെ ഒരു ട്രോള് കണ്ടത്, അതായത് ഈ പറയുന്ന പോലെ കെ ഹോംസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോയി, അവിടെ പക്ഷേ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല, ചിലവ് 2 ലക്ഷം. തിരിച്ച് നേരെ കെനിയയിലേക്ക് പോയി, അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ചിലവ് 10 ലക്ഷം. ഇങ്ങനെ മൊത്തം തീർന്നു എന്നുള്ളൊരു ട്രോളുണ്ടായിരുന്നു മുമ്പ്. അതുപോലെ പഠനത്തിന് വേണ്ടി മാത്രമാകുമോ എന്നുള്ളതാണല്ലേ ചോദ്യം. അല്ല, നമ്മുടെ പല പദ്ധതികൾ ആ ട്രോൾ ഇറക്കുന്ന ആൾക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇവിടെ കണ്ടതാണ്, ഈ പ്രളയം ഉണ്ടായതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് പ്രളയത്തിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ ആഘാതം നമുക്ക് എങ്ങനെ കുറച്ചു കൊണ്ടുവരാം. വീടുകളിൽ വെള്ളം കയറുന്ന പദ്ധതി, അതാണല്ലോ ഈ പ്രളയം വരുന്ന സമയത്ത്. അത് വരാതിരിക്കാനായിട്ട് വെള്ളത്തിന് അതിൻ്റേതായിട്ടുള്ള സൗകര്യം അത് കണ്ടെയ്ൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നദികളെ വിശാലമാക്കുക, റൂം ഫോർ റിവർ, ഡച്ച് മാതൃക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കണ്ടതാണ്. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുക? നമ്മുടെ നാട്ടിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അളവിലേക്കുള്ള വെള്ളം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും പല പ്രദേശങ്ങളും ഈ പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്നത് കൊണ്ട് ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്നത് വീടിൽ തന്നെയായി മാറുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി പഠിക്കാനായിട്ട് മുഖ്യമന്ത്രി അടക്കം, അതാണ് അതിൻ്റെ തമാശ, ഉദ്യോഗസ്ഥർ മാത്രമല്ല, വിദഗ്ധർ മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം നേരിട്ട് നെതർലൻഡ്സിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഇതേപോലെ പല പദ്ധതികൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാർ പോകാറുണ്ട്. പിന്നെ ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ ഒപ്പം കൊണ്ടുപോകുന്നതിന് വേണ്ടി പലപ്പോഴും ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ട്രാൻസ്ലേറ്റേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഭാരിച്ച തുക ചിലവാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുക ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണോ, പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ജസ്റ്റിഫൈഡ് ആകുന്നത് സർക്കാരിൻ്റെ തന്നെ പാസ്റ്റിലുള്ള പല പ്രവൃത്തികളും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അക്കരെ 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 എന്ന് പറയുന്ന സിനിമയിൽ കിരീടം അമേരിക്കയിലാണ്, അവിടെ നിന്ന് കിരീടം ഫ്രാൻസിലേക്ക് പോകട്ടെ, പിന്നെ കിരീടം ജർമ്മനിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ ടൂർ അടിക്കാം എന്ന് ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പോൾ പാർത്ഥൻ ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. അത് കേരള സർക്കാരിൻ്റെ കാര്യത്തിൽ അത് ഔട്ട് ഓഫ് പ്ലേസ് ആണ് ആ ഒരു ട്രോളെന്ന് പറയാനും കഴിയില്ല. പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് മേനി നടിച്ചുകൊണ്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിദാരിദ്ര്യം നമ്മൾ ഇല്ലാതെയാക്കുന്നു,
എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയ സെഗ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൾക്കാരിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്ന് പറയുന്നതാണ് പ്രധാനം. അതിൽ അതിദരിദ്രർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ വീണ്ടും സെഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവരെ ഇല്ലാതെയാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദാരിദ്ര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് നടപ്പ് സാമ്പത്തിക വർഷം ഏതാണ്ട് 50 കോടിയാണെങ്കിൽ പുതുതായിട്ട് ബജറ്റിൽ അലൊക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്ട് 60 കോടി രൂപ എന്നാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? അതിദരിദ്രർ ഇപ്പോഴും ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ പ്രഖ്യാപനങ്ങൾ എവിടെയാണ്, ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എവിടെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഞാനിതിൽ കാണുന്ന വളരെ പ്രധാനമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളുടെ ഭാഗമായിട്ട് എല്ലായ്പ്പോഴും കടന്നു വരുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുക എന്നുള്ളതാണ്. അതിന് 2 മാർഗ്ഗങ്ങളാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. അതിലൊന്ന് 15ാം ധനകാര്യ കമ്മീഷൻ ഞങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന വിഹിതം 10ാം ധനകമ്മീഷനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്, ഞങ്ങൾക്ക് 1.9% മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വസ്തുത എന്താണ്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കണക്കുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രോഗ്രസ് എത്രയാണ് എന്നതിനെ കണ്ടുകൊണ്ട് ആനുപാതികമായിട്ട് അവരൊരു ഫോർമുല ഉണ്ടാക്കി ആ ഫോർമുല എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടാണല്ലോ ഈ പണം ഡെവല്യൂഷൻ സ്കീമൊക്കെ പ്രവർത്തിക്കുക. ഇത് കൂടാതെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ മറക്കരുതാത്തത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലുള്ള 18 സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പണം നൽകിയത് കേരളത്തിലാണ്, 54,000 കോടി രൂപ. ഞാൻ മനസ്സിലാക്കുന്ന അതെല്ലാം തന്നെ ഒരുപക്ഷെ ചെലവഴിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ ആരും തന്നില്ലേ, ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പറയുന്നുണ്ട്. അടുത്തത് GST കോമ്പൻസേഷനാണ്. ഇതേപോലെ ഒരു നുണ ഇപ്പോഴും ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. GST കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് എത്ര കാലം വരെയാണ് കൊടുക്കുക എന്നതുമായി ബന്ധപ്പെട്ട് GST കൗൺസിലിൽ പ്രൊപ്പോസൽ വന്ന് അതെല്ലാവരും തന്നെ ചേർന്ന് പാസ്സാക്കിയതാണ്. അതായത് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ GST ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞ് 7 വർഷം മറ്റോ ആണ് അതിൻ്റെ കണക്ക്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ GST കോമ്പൻസേഷന് സംസ്ഥാനങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ല. സംസ്ഥാനങ്ങൾ പണം ടാക്സ് റിയലൈസ് ചെയ്തിരിക്കണം പൂർണ്ണമായ രീതിയിലത്തേക്ക് എന്നൊരു കണക്കുണ്ടായിരുന്നു. ആ കണക്കിനെ നമ്മൾ തത്വത്തിൽ അംഗീകരിച്ചതിന് ശേഷം GST കൗൺസിൽ ഇതിനെ പാസ്സാക്കിയതിന് ശേഷം ഒരു സംസ്ഥാനത്തിനും ഇന്ന് അങ്ങനെ കിട്ടാതിരിക്കുന്ന സമയത്ത് ഇപ്പോഴും നമ്മളിവിടെ പറയുന്നത് എന്താ? അയ്യോ ഞങ്ങൾക്ക് GST കോമ്പൻസേഷൻ തരുന്നത് നിർത്തിയേ എന്ന്. അപ്പോൾ ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പറയുക. അതേപോലെയാണ് ഞാൻ ഈ പറഞ്ഞ 15ാം ധനകമ്മീഷൻ ഡിവിസിബിൾ പൂളിൽ നിന്ന് നമുക്ക് ഇത്രയാണ് തരുന്നത് എന്ന് പറയുമ്പോൾ ഇവർ എത്രയോ കൊല്ലം പതിറ്റാണ്ടുകൾ മുമ്പുള്ള 10ാം ധനകാര്യ കമ്മീഷനിൽ ഇത്രയായിരുന്നു തന്നിരുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഈ പ്രഖ്യാപനങ്ങളിൽ വീണു പോകാതെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഏറ്റവും ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന C&AG റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഈ പ്രഖ്യാപനങ്ങളും അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയും തമ്മിലുള്ള താരതമ്യം എന്താണ്? ഫണ്ട് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വിവിധ ഹെഡുകൾ ഉണ്ടെങ്കിൽ ആ ഹെഡുകളിലാണോ ഇത് ചെലവഴിച്ചിരിക്കുന്നത്, അതോ സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ച് മറ്റ് പല മാർഗ്ഗങ്ങളിലേക്കും ഇതിനെ വക മാറ്റിയിട്ടുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടുന്ന സെക്ടറുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഡസ്ട്രീസ്, ഞാൻ പറഞ്ഞു ഇവിടെ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഉള്ളത് നമ്മൾ കാണുന്നത് ഇപ്പം കൊട്ടാരക്കരയോ അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ IT ഡെവലപ്പ് ചെയ്യുന്നു, നല്ല കാര്യമാണ്, തർക്കമില്ല. പക്ഷേ IT മാത്രമല്ലല്ലോ, മറ്റുള്ള വ്യവസായങ്ങളും ഇവിടെ ഉണ്ടാകണം. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് തനത് മാർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് കൃഷി. എത്രത്തോളം നെല്ല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കേരളം. അവിടെ നിന്നിപ്പോൾ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കുറവായിരിക്കും ഇപ്പോൾ നമ്മുടെ നെല്ലുൽപാദനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര തുകയാണ് അനുവദിക്കുക? ഇതിൻ്റെ ഒരു പ്ലെയിൻ റീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും കൃഷിക്ക് അനുവദിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക കുടുംബശ്രീക്ക് അനുവദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ പ്രയോറിറ്റി എവിടെയാണ്? സർക്കാർ എത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കരുത് എന്നല്ല, പക്ഷേ കൃഷിക്ക് കൊടുക്കേണ്ടത് അതിനേക്കാൾ കുറവാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാവരുടെയും രക്ഷകനായിട്ടുള്ള കിഫ്ബി പോലെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് പോലും ദൈവം സഹായിച്ച് ഇപ്പോൾ കുറേയധികം വാർത്തകളും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ കൂടുതൽ നികുതി ആൾക്കാരിൽ നിന്ന് എടുക്കുന്ന രീതിയിലത്തേക്കുള്ള യൂസർ ഫീയോ ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ഘട്ടത്തിൽ സർക്കാർ അതിന് നിർബന്ധിതമാകും. അതുകൊണ്ട് എനിക്ക് ഈ ബജറ്റിനെ മൊത്തത്തിൽ വിലയിരുത്താനുള്ളത് ഈ ഒരൊറ്റ രീതിയിലാണ്. അതായത് പ്രഖ്യാപനങ്ങൾ എല്ലാ തവണയും എന്നതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ, പക്ഷേ ഈ പ്രഖ്യാപനങ്ങളിൽ എത്ര ഭാഗം ഇംപ്ലിമെൻ്റ് ചെയ്തു, എത്ര ഭാഗം ചെലവാക്കി, അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണോ ചെലവാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ ശ്രീ ബാലഗോപാലിനെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയതിന് ശേഷം അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ ഈ ബജറ്റിൻ്റെ യഥാർത്ഥ പിക്ചർ ഒളിഞ്ഞിരിപ്പുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, എന്തായാലും പ്രഖ്യാപനങ്ങൾ മാത്രമായി കടലാസിൽ മാത്രമായി ഒതുങ്ങാതിരിക്കട്ടെ, അതെല്ലാവർക്കുമായി കിട്ടുന്ന രീതിയിലേക്ക് പോകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. പാർത്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.